ജീവിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല എന്ന് തന്നെ വേണം രേഖകളുടെയും ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിനെ മദ്ഹബുകൾ വെട്ടിമുറിച്ചു എന്നും മദ്ഹബ് ഇസ്ലാമിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു എന്നുമാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, ലോകപ്രശസ്ത പണ്ഡിതന്മാരൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച പൂർവസൂരികളായ പ്രഭുക്കളായ പണ്ഡിതന്മാരൊക്കെയും മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. സ്വതന്ത്രമായ ഇജ്തിഹാദിന്റെ യോഗ്യത ഉണ്ട് എന്നൊരാളും അവകാശം പറഞ്ഞ് രംഗത്ത് വന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹും മുസ്ലിമും ലോകപ്രശസ്തരായ ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഇമാം റാസി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ മദ്ഹബ് സ്വീകരിച്ചവരാണ്. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും മദ്ഹബ് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരാണ്. അതുകൊണ്ടാണ് പ്രശസ്തനായ ചരിത്രകാരൻ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറഞ്ഞത്, ലോക മുസ്ലിമീങ്ങളുടെ പട്ടണങ്ങളിലെ ജീവിതം പരിശോധിക്കുമ്പോൾ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതമല്ലാതെ നമുക്കൊന്നും കാണാൻ കഴിയുകയില്ല എന്ന്. ഇജ്തിഹാദിന് യോഗ്യതയുള്ളവരായിരുന്നു ലോക മുസ്ലിം പണ്ഡിതന്മാരെങ്കിൽ ഒരിക്കൽ പോലും അവർ മദ്ഹബിലെ പണ്ഡിതന്മാരെ അനുകരിക്കുവാനും അവരെ തഖ്ലീദ് ചെയ്യുവാനും മുതിരുമായിരുന്നില്ല എന്ന് ഇബ്നു ഖൽദൂൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, ഇവരൊന്നും ഇജ്തിഹാദിനെ വാദിക്കാതിരുന്നത്, ഇജ്തിഹാദിന്റെ പദവി അവകാശപ്പെടാതിരുന്നത് അവരുടെ വിനയത്തിന്റെ ഭാഗമായിരുന്നു. ഇമാം ഷാഫിയെ പോലെ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉന്നതമായ വിജ്ഞാന ലോകത്തേക്ക് ഞങ്ങൾ ഉയർത്തപ്പെട്ടിട്ടില്ല എന്നുള്ള വളരെ പക്വമാർന്ന മനസ്സിന്റെ ഭാഗമായിട്ടാണ് അവരെല്ലാം സ്വതന്ത്രമായ ഇജ്തിഹാദിന്റെ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എൻ്റെ സഹോദരന്മാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആയിരക്കണക്കിന് വർഷങ്ങൾ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി, വഫാത്തായി പോയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടു. സഹസ്രക്കണക്കിന് പണ്ഡിതന്മാർ ജ്ഞാന സാമ്രാജ്യം അടക്കി വാഴുകയുണ്ടായി. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഞാനൊരു പുതിയ മദ്ഹബിന് നേതൃത്വം നൽകുന്നു എന്നോ എൻ്റെ മദ്ഹബ് സ്വീകരിക്കണം എന്നോ ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവകാശപ്പെട്ടത് ചരിത്രങ്ങൾ കൊണ്ട് നമുക്ക് തെളിയിക്കുവാൻ കഴിയുമോ? ഹദീസ് നിഷേധികളുടെ നേതാവായി അറിയപ്പെടുന്ന ഇബ്നു തീമിയയും ഇബ്നു ഖയ്യിമും അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബും, വഹാബി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ലോകത്ത് ആദ്യമായി ചിന്താവധിയാനങ്ങൾക്ക് തുടക്കം കുറിച്ച മനുഷ്യനാണ് ഇബ്നു തീമിയ എന്ന് പറയുന്നയാൾ. ഇവരടങ്ങുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളെന്ന് അവർ കൊട്ടിഘോഷിക്കുന്നവർ വരെ മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു, ഹംബലി മദ്ഹബുകാരായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഈ സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇജ്തിഹാദിന് പാകതയുള്ള, ഇജ്തിഹാദിന് യോഗ്യതയുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊണ്ട് സമ്പന്നമാണ് കേരളമെന്ന് വഹാബി നേതാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്. ആയിരക്കണക്കിന് മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ വസിക്കുന്ന ഇടമാണത്രേ കേരളം. 10ാം ക്ലാസ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അഫ്ദലുൽ ഉലമയുടെ പ്രിലിമിനറി പാസ്സായി താടി നീർത്തി വളർത്തിയാൽ അദ്ദേഹം ഇജ്തിഹാദിന് യോഗ്യനാണ് എന്ന് പറയുന്നൊരു വിധത്തിലേക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ കൊണ്ടെത്തിക്കുവാൻ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും കിണഞ്ഞു ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്നു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന് 8 ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്നു. സുയൂത്തി ഇമാമിന് 6 ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്നു. ഈ പൂർവസൂരികളായ പണ്ഡിതന്മാർ ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ല ഞങ്ങൾ മുജ്തഹിദുകളാണ് എന്ന്. സുയൂത്തി ഇമാം ഒരു സുപ്രഭാതത്തിൽ വാദിച്ചു എന്നുള്ളതാണ് ഇതിനൊരെതിരായി നമുക്ക് പറയാൻ കഴിയുന്നത്. 6 ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാഠമുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു സുപ്രഭാതത്തിൽ താൻ മുജ്തഹിദാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ചില
അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് മറുപടി കണ്ടെത്തി തരണമെന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഇത്തരം വാദങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിന് യോഗ്യനാണ് എന്ന അഭിപ്രായത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കേരളത്തിലെ ചില പൗരാണിക വഹാബികൾ ഗവേഷണം നടത്തി. ആ ഗവേഷണത്തിൻ്റെ ഫലം എന്തായിരുന്നു? ആ ഫലം കേരളത്തോട് അവർ വിളംബരം, ഒരു മൗലവി ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു, നിസ്കാരം 3 വക്തേ ഉള്ളൂ. 5 വക്തെന്ന് പറയുന്നത് ഇല്ല, 3 വക്തേ നിസ്കാരമുള്ളൂ എന്ന് ഒരു മൗലവി ഗവേഷണം നടത്തി കണ്ടെത്തി. അദ്ദേഹം തന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഗവേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പുതിയൊരാശയം വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറ്റതോഴനായി അറിയപ്പെട്ടിരുന്ന, അവിടുത്തെ ക്ലാസ്സുകളെ ജീവിതത്തിൽ ഒരു ഹരമായി കൊണ്ട് നടന്നിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ജൂതനാണെന്നും ഇസ്ലാമിക ചാരനാണെന്നും മുദ്രകുത്തി ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ ഒരു മൗലവി ശ്രമം നടത്തിയപ്പോൾ സഹോദരന്മാർക്കറിയാം, ഇതും ഗവേഷണത്തിന്റെ ഫലമായി അദ്ദേഹം കേരളീയ ജനതയോട് വിളംബരപ്പെടുത്തിയതാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത് നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് അബൂ ഹുറൈറ ജൂതനാണ് എന്നാണ്. വേറെ ചില ആളുകൾ ഗവേഷണം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് ഇന്ത്യൻ സർക്കാരിനെ സ്വീകരിക്കുന്നതും ഇന്ത്യൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ വിദ്യ നുകരുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. വോട്ട് ചെയ്യുന്നത് ശിർക്കാണ്. ഇന്ത്യൻ സർക്കാരിന് വിധേയപ്പെടുന്നത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. ഇതൊക്കെ ഗവേഷണത്തിന്റെ ഭാഗമായി അവരെത്തിപ്പെട്ട നിഗമനങ്ങളാണെങ്കിൽ, നിലപാടുകളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൂർവസൂരികളായ പരമ്പരാഗതമായ വിശ്വാസത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടിക്കാനും അവർ സ്വീകരിച്ചത് അവരുടെ ഇജ്തിഹാദിന്റെ ബാക്കി പത്രങ്ങളായിരുന്നുവെങ്കിൽ ഈ ഇജ്തിഹാദ് നമ്മെ അല്ലെങ്കിൽ കേരളീയ മുസ്ലിമീങ്ങളെ എവിടെ കൊണ്ടെത്തിക്കാനാണ്? സഹോദരന്മാര് ചിന്തിച്ചു നോക്കൂ. ഖുർആൻ പഠിച്ചവർ, ഖുർആനിൽ ആഴത്തിലിറങ്ങി പഠിക്കാൻ അവസരം ലഭിച്ചവർ, ഹദീസ് പഠിച്ചവർ, ഭാഷയിൽ നൈപുണ്യമുള്ളവർ, സാമൂഹികമായ പശ്ചാത്തലങ്ങളെക്കുറിച്ച് ബോധമുള്ളവർ, ഇവരൊക്കെയാണ് സ്വതന്ത്ര ഇജ്തിഹാദിന്റെ അവകാശവാദം ഉന്നയിച്ച് രംഗപ്രവേശം ചെയ്തവർ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഗവേഷകനാണ് എന്ന് ലോകത്തെ എല്ലാവരും സമ്മതിക്കുന്നതാണ്. അദ്ദേഹം ഗവേഷണ പാടവം അവകാശപ്പെട്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരും രംഗത്ത് വന്നില്ല എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സമകാലീനരായ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിന്റെ വിജ്ഞാന പാടവത്തെ അംഗീകരിക്കുകയും അത് പൂർണ്ണമായും അദ്ദേഹത്തെ മാർഗദർശിയായി കാണുകയും ചെയ്തത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നതാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നവീനവാദികൾ അവർ പരസ്പരം പഴിചാരുകയാണ്, പരസ്പരം തമ്മിലടിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൽ ഗവേഷണം നടത്തിയവർ തമ്മിലുണ്ടായിരുന്ന സ്നേഹം നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇജ്തിഹാദിന് സ്വതന്ത്രമായി ഖുർആനിൽ നിന്ന് ഗവേഷണം നടത്താൻ പാകതയും പക്വതയും പരിജ്ഞാനവും അവകാശപ്പെടുന്നതോടൊപ്പം അദ്ദേഹം മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തെ പ്രശംസിച്ച് പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹം. അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യനാണ് മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അവർ പരസ്പരം സ്നേഹിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും പരസ്പരം പ്രശംസിച്ചുമാണ് അവരുടെ ഇജ്തിഹാദിന്റെ കാലഘട്ടങ്ങളിൽ ജീവിതത്തെ മാറ്റി നിർത്തിയതെങ്കിൽ, ജീവിച്ചു തീർത്തതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അഭിനവ മുജ്തഹിദുകളായി രംഗപ്രവേശം ചെയ്തവർ അവർ കണ്ടെത്തുന്ന നിലപാടിനോട് ആരെതിര് പ്രഖ്യാപിച്ചാലും അവരെ കശക്കിയെറിയുകയും അവരെ ഇസ്ലാമിൽ നിന്ന് തന്നെയും പുറത്തു ചാടിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക്
പരസ്പരം തമ്മിലടിക്കുന്ന സ്ഥിതിവിശേഷം ഇവരുടെ ഗവേഷണങ്ങൾ വഴി, ഇവരുടെ ഇജ്തിഹാദുകൾ വഴി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ വിദഗ്ധരാകുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്വതന്ത്ര ഇജ്തിഹാദിന്റെ അവകാശം